الحمد لله الملك الجواد حمدا وافيا دائما أبد الآباد والصلاة والسلام على سيدنا محمد خير العباد وعلى آله خير العباد وعلى صحابته خير الزهاد وعلى الطباء لهم بخير ورشاد. اللهم صل وسلم عليه وعلى آله وصحبه ما دامت العباد والبلاد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. صدق الله العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ഈ ഇരുത്തം അവന്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ സർവ്വ പാപങ്ങൾ ഈ മജ്ലിസ് കൊണ്ട് അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്കെല്ലാം അല്ലാഹു ആജിലായ ശിഫ നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ലുഖ്മാനിലെ 17-ാമത്തെ വചനം, അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഖുർആൻ പഠന ക്ലാസ് സമാപിക്കും. നാളെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് നാളത്തോടെ ക്ലാസ്സും സമാപിക്കും. അല്ലാഹു പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത്രയും ദിവസം ഇത് വളരെ ശ്രദ്ധയോടുകൂടെ വന്ന് കേട്ട ഒരുപാട് ആളുകളുണ്ട്. പഠനം എന്ന നിലക്ക് തന്നെ മനസ്സിലാക്കുകയും പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കുകയും ചെയ്തവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇതാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. യാ ബുനയ്യ, ഓ പൊന്നുമോനെ, അഖിമിസ് സ്വലാ, നീ നിസ്കാരം നിലനിർത്തുക. വഅ്മുർ ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക. വൻഹ അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങൾ അതിനെ വിരോധിക്കുകയും ചെയ്യുക. വസ്ബിർ അലാ മാ അസാബക, നിനക്കെത്തിയ വിപത്തുകൾ, പ്രയാസങ്ങൾ, അതിൽ നീ ക്ഷമിക്കുക, സഹിക്കുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇത് തീർച്ചയായും ഖണ്ഡിതമായും നിന്നോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. 4 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ഇതിലൂടെ കൊടുക്കുന്നത്. ഒന്ന്, നേരത്തെ നാം പറഞ്ഞു, നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞു. നിസ്കരിക്കുക എന്നല്ല. നേരത്തെ മുഹ്സിനീങ്ങളുടെ വിശേഷണം പറഞ്ഞെടുത്ത് ഈ സൂറത്തിന്റെ തന്നെ തുടക്കത്തിൽ അല്ലദീന യുഖീമൂന സ്വലാ വയുഊതൂന സക്കാ എന്ന് പറഞ്ഞു. അവിടെ വിശാലമായി നാം വിശദീകരിച്ചതാണ്. ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. നിസ്കാരം നിലനിർത്തുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൃത്യമായി നിസ്കരിക്കുന്ന ആളുടെ ജീവിതത്തിൽ അയാളുടെ മറ്റെല്ലാ വിഷയങ്ങളും ഓർഡർ ആയിരിക്കുമെന്നാണ്. കാരണം നിസ്കാരം എന്നൊരു ചിന്ത അയാൾക്കുള്ളത് കൊണ്ട് തന്നെ ആ നിസ്കാരവുമായി കണക്ട് ചെയ്ത് നിസ്കാരത്തിന് ശേഷം അത് ചെയ്യണം, നിസ്കാരത്തിന് മുന്നേ അവിടെ പോയി വരണം. ഇങ്ങനെ എല്ലാം ഒരു തർത്തീബായിരിക്കും. അത് അയാൾക്ക് കിട്ടുന്ന ഭൗതികമായ ഒരു ലാഭമാണ്. ആത്മീയമായ ലാഭം മറ്റു പലതുമുണ്ട്. നിസ്കാരത്തിൽ അയാൾ ശ്രദ്ധിക്കുമ്പോൾ അയാളുടെ ജീവിതം തന്നെ ക്രമപ്പെടുത്തപ്പെട്ടിരിക്കും. ഒന്ന്. മറ്റൊന്ന്, നിസ്കാരം എന്നത് ഒരു റീചാർജിംഗ് ആണ്,
ആത്മീയമായ ഓരോ സമയവും അല്ലാഹ് എന്ന് നമ്മൾ 5 നേരം നിർബന്ധപൂർവ്വം അല്ലാഹുവിനെ ഓർക്കുകയാണ്. അപ്പോൾ നമുക്ക് നിസ്കരിക്കാത്ത ആൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആശ്വാസം, റാഹത്ത്, ക്ഷമിക്കാനുള്ള മനസ്സ്, സഹിക്കാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ കൂടുതലായിരിക്കും. വിശുദ്ധ റമദാൻ തന്നെ നോക്കാൻ അനുഭവമാണല്ലോ. കൂടുതലും നമ്മൾ ജമാഅത്തായാണ് നിർവഹിക്കുന്ന നിസ്കാരം. അപ്പോഴുള്ള ഒരു ആത്മീയമായ ഉണർവും ഒരു സന്തോഷവും അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ആനന്ദം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഒരു ആനന്ദം റമദാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. എന്തുകൊണ്ടാണ്? റമദാനിൽ നമ്മൾ നിസ്കാരത്തെ കൂടുതൽ ശ്രദ്ധിച്ചു എന്നതുകൊണ്ടാണ്. അതിന് കിട്ടുന്ന ഒരു ബോണസാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന ആശ്വാസം. അല്ലാഹു തആല വിശുദ്ധ റമദാൻ കഴിഞ്ഞാലും പരമാവധി ജമാഅത്തുകളായി തന്നെ നമ്മുടെ നിസ്കാരം നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് പറഞ്ഞത്, മോനോട് ഉപദേശിക്കുകയാണ്, നീ നിസ്കാരം അത് നിർബന്ധമായും നിലനിർത്തുന്നവനാവണം. യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവനാവണം. നന്മ ചെയ്യുക മാത്രമല്ല, നന്മ എല്ലാം ചെയ്യണം എന്ന് ഇന്നലെ നാം പറഞ്ഞു. ഏത് നന്മയാണെങ്കിലും വിട്ടേച്ച് കളയരുത്. ഏതിനാണ് അല്ലാഹുവിന്റെ തൃപ്തി ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ ചെറിയ നന്മയിലായിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മൾ രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാ നന്മയും ചെയ്യണം. എന്നാൽ നന്മ ചെയ്താൽ മാത്രം പോരാ, ആ നന്മയിലേക്ക് മറ്റുള്ളവരെ വഴി നടത്തുക, മറ്റുള്ളവരെ ഉപദേശിച്ച് നന്മയുടെ ആളാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നന്മകൾ ഒന്നും വിട്ടേച്ച് കളയാനും പാടില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബു വമാ അമർതുകും ബിഹി ഫഫഅലു മിൻഹു മസ്തതഅതും. നിങ്ങൾക്ക് സാധ്യമായ നന്മകളെല്ലാം നിങ്ങൾ ചെയ്യണം. നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം സാധ്യമാകും വിധം നിങ്ങൾ വിട്ടു നിൽക്കണം. പിന്നെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട ഒരാൾ തിന്മ ചെയ്താൽ പെട്ടെന്ന് അയാൾ തൗബ ചെയ്ത് മടങ്ങുകയും വേണം. ഇങ്ങനെയാണ് ഒരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് മാത്രം പോരാ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റുള്ളവർക്ക് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സഹായം, അതുകൂടി അവന്റെ ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായമാണ്. ആ ഉത്തമ സമുദായത്തിന്റെ ക്വാളിറ്റി ആദ്യമേ പറയാം, തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരാണ്. ശുദ്ധ ഖുർആനിൽ ഈ ഉമ്മത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഏറ്റവും നല്ലവരാണ്, നിങ്ങൾ ഏറ്റവും നല്ല ആളുകളാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം എടുത്തു പറയുന്നത് തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരും വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നവരുമാണ്. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവരാണ്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നിലനിർത്തുക എന്നത് അവന്റെ പേഴ്സണലായ കാര്യമാണ്, വ്യക്തിപരമായ കാര്യം മാത്രമല്ല അവൻ നോക്കേണ്ടത്. തന്റെ മുസ്ലിമായ മറ്റ് സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരെ കൂടി നല്ല വഴിയിലേക്ക് നടത്തേണ്ട ഉത്തരവാദിത്തം ഓരോ മുഅ്മിനായ മനുഷ്യനുമുണ്ട്. അവന്റെ കഴിവും സന്ദർഭവും അനുസരിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കുന്നവരാവണം. അങ്ങനെ പരസ്പരം നിങ്ങൾ സഹായികളാവണേ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്, ഓരോ മുഅ്മിനീങ്ങളും മറ്റുള്ളവർക്ക് സഹായികളാണ്. ഓരോ മുഅ്മിനാത്തുകളും മറ്റു മുഅ്മിനാത്തുകൾക്ക് സഹായികളാണ്. ഖുർആൻ പറയാം എങ്ങനെ സഹായികളാവുന്നത്, യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ വർത്തിക്കുന്നവരാണ് അവരെ എന്ന് മുഅ്മിനീങ്ങളെ കുറിച്ച്, മുഅ്മിനാത്തുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇന്ന് നമ്മുടെ നാടുകളിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്ന വിഷയമാണ്. തിന്മയുടെ കൂത്തരങ്ങുകൾ കാണുമ്പോഴും പലരും അത് നെവർ മൈൻഡ് ചെയ്തു പോകുന്നു. തിന്മ ഉപേക്ഷിക്കുന്നില്ല, നന്മ ഉപദേശിക്കുന്നില്ലെന്ന് മാത്രമല്ല, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു സ്വരം ഉയർത്തുക പോലും ചെയ്യാതെ നമ്മുടെ വീടകങ്ങൾ, കുടുംബങ്ങളുടെ ഇടങ്ങൾ, നമ്മുടെ മഹല്ലത്തുകൾ ഇങ്ങനെയൊക്കെയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പ്രധാനമായ ഉപദേശമാണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ മകനോട് പറയുന്നത്, വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ,
നന്മ ഉപദേശിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൽപ്പിക്കുകയും ചെയ്യണേ. യഥാർത്ഥത്തിൽ അതാണ് ദീനിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ സംരക്ഷണം മുഴുവൻ നിലകൊണ്ടിരിക്കുന്നത് നന്മ ഉപദേശിക്കുന്നതിലും തിന്മ വിട്ടുനിൽക്കാൻ കൽപ്പിക്കുന്നതിലുമാണ്. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, തങ്ങളോട് ചോദിക്കപ്പെടുന്നു, ഫീ യൗമിൻ വാഹിദിൻ തറകത്ത് ബനൂ ഇസ്രായീല ദീനഹും, ഒരു സുപ്രഭാതത്തിലാണോ ബനൂ ഇസ്രായേൽ അവരുടെ ദീനിനെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ലാ, അങ്ങനെയല്ല, വലാകിന്നഹും കാനൂ ഇദാ ഉമിറു ബിശൈഇൻ തറകൂ, അവരോട് വല്ലതും കൽപ്പിച്ചാൽ അവർ അത് ചെയ്യൂല, ഉപേക്ഷിക്കുന്നവരാണ്. വഇദാ നുഹൂ അൻ ശൈഇൻ റകിബൂ, എന്തെങ്കിലും വിരോധിച്ചാൽ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. നേരെ എതിരെ ചെയ്യുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹത്തൻ സലഹൂ മിൻ ദീനിഹിം കമാ യൻസലിഹു റജുലു മിൻ ഖമീസിഹി, ഒരാൾ തന്റെ ഉടുവസ്ത്രത്തിൽ നിന്ന് അണിഞ്ഞിരിക്കുന്ന തന്റെ കോട്ടിൽ നിന്ന് ഊരിപ്പോകുന്നത് പോലെ അവരുടെ ദീൻ അവരിൽ നിന്ന് ഊരിപ്പോയി എന്ന് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്. ഇതേ ഒരു അവസ്ഥ ഈ ഉമ്മത്തിനും വരാൻ പോകുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറയാൻ, ബദഅൽ ഇസ്ലാമു ഗരീബാ, ഇസ്ലാം തുടങ്ങിയത് ഒരു അപരിചിതമായിട്ടാണ്, സ്ട്രൈച്ചർ ലുക്കിലാണ് ഇസ്ലാം കടന്നു വന്നത്. അന്ന് ഇതുവരെ പരിചയമില്ലാത്ത കുറെ കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്. അവര് ചെയ്യുന്ന ആരാധനകളിൽ പോലും, ആത്മാർത്ഥമായി ചെയ്യുന്ന ആരാധനകൾ പോലും തിരുത്തിക്കൊണ്ടാണ് ഇസ്ലാം വന്നത്. എത്രത്തോളം എന്നാൽ പഴയ കാലത്ത് അന്ന് 6-ാം നൂറ്റാണ്ടിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ അവർ കഅബാലയത്ത് വന്ന് തവാഫ് ചെയ്യാറുണ്ടായിരുന്നു. തവാഫ് ചെയ്യുന്ന പരിപാടിയൊക്കെ അവർക്കുണ്ട്. പക്ഷെ ആ തവാഫ് എങ്ങനെയാണെന്നറിയാം? ഉടുമുണ്ടൊക്കെ അയച്ചിട്ട് തലേ കെട്ടിയിട്ടാണ് തവാഫ് ചെയ്യുന്നത്. എന്താണ് അവസ്ഥ? അങ്ങനെയാണ് അവർ അവിടത്തൊക്കെ കാണിച്ചിട്ടാണ്. അപ്പൊ ഇസ്ലാം വന്നിട്ട് പറയണേ, അത് അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോ പറയും പയ്യ എന്ന് പറയുന്നത്, പക്ഷെ അവർക്കൊരു വിഷയമല്ല. കാരണം അങ്ങനെയാണ് അവിടെ, അങ്ങനെയാണ് അവരുണ്ടായിരുന്നത്. അവർക്കതൊരു വിഷയമേ അല്ല. അത് ആരാധനയുടെ ഭാഗമായി അംഗീകരിച്ചിരുന്നവർ, വലിയ ആരാധനയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നവർ, അത് തിരുത്തുകയാണ് ഇസ്ലാം. അതാ പറഞ്ഞത്, ബദഅൽ ഇസ്ലാമു ഗരീബാ, ഇസ്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അപരിചിതമായ ഭാവങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് തങ്ങളെ നിർത്തുന്നില്ല, പറയാ, ഇനി ഇസ്ലാം മടങ്ങുന്നതും അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് വരീബുകളായി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് സന്തോഷം ആശ്ലേഷിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലേ? ഇപ്പത്തെ അവസ്ഥ എന്താ? നമ്മളിങ്ങനെ മടങ്ങുകയാണ് അതേ അവസ്ഥയിലേക്ക്, അതിന്റെ ഉടുമുണ്ടില്ലാത്ത അവസ്ഥയിലേക്ക് മടങ്ങല്ലേ. മറച്ച് നടക്കണമെന്ന് അള്ളാഹ് പറയുമ്പോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പകുതിയിലധികം പുറത്തിട്ട് നടക്കുക, അത് സ്റ്റൈലാക്കി മാറ്റുക, ഇതൊക്കെയല്ലേ ഇന്ന് നമ്മൾ കാണുന്നത്. അവസാന കാലം വരുമ്പോൾ വ്യഭിചരിക്കുന്ന ആളുകളെ കാണുമ്പോൾ, എടാ നിനക്കൊന്ന് മാറി നിന്ന് വ്യഭിചരിച്ചൂടെ? വ്യഭിചരിക്കണ്ട എന്നല്ല പറയാ, ഒന്ന് മാറി നിന്നിട്ട് മറ്റെവിടെയെങ്കിലും വ്യഭിചരിച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വസയഉദു ഗരീബാ, നേരെ തുടങ്ങി അങ്ങോട്ട് തന്നെ റിട്ടേൺ അടിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമെത്തും. അന്ന് മുന്തിരിക്കള്ളുകൾ, മുന്തിരിച്ചെടികൾ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഖബറിന് മുകളിൽ നട്ടുപിടിപ്പിക്കണമെന്നും അതിൽ നിന്ന് വേരുകൾ ഊതി ഞങ്ങളുടെ ഖബറിനകത്തേക്ക് വരുമ്പോൾ ഒരു സമാശ്വാസം ഉണ്ടാവുകയില്ലേ എന്നും പറഞ്ഞിരുന്ന, കള്ളു കുടിച്ചു കൂത്താടിയിരുന്ന ജനങ്ങൾ നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോ വീപ്പക്കുറ്റികൾ തച്ചുടച്ചതിന്റെ പേരിൽ ഒരു വലിയ മദ്യപ്പുഴ പോലും ഒഴുകി എന്നല്ലേ ചരിത്രം പറയുന്നത്. എന്നാൽ ഇന്ന് നേരെ
നേരെ തിരിച്ചു പോവുകയല്ലേ? നബി തങ്ങൾ പറഞ്ഞു, അതേ നിങ്ങൾ മടങ്ങും, നേരെ മടങ്ങും അതേ സ്ഥലത്തേക്ക്, അതേ അപജയത്തിലേക്ക്. ഇന്ന് പലപ്പോഴും മദ്യം എന്ന് പേര് പറയാതെ, അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് റിയലായി പേര് പറയാതെ, അതിന് പല പേരുകളും മാറ്റി പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ പേരുകൾ മാറ്റും, എന്നിട്ട് അവര് വില ഉപയോഗിക്കും. അതൊക്കെ ഉപയോഗിക്കാത്തവര് ശരിയാവില്ലല്ലോ. ആഘോഷങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, കല്യാണങ്ങൾ എല്ലാത്തിലും നന്നായി വിളമ്പും, എന്നിട്ട് അവരതിന്റെ പേര് മാറ്റിയിട്ട് അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടെ ഈ ദീനിനെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുക എന്നറിയോ? ആ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം, നന്മ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇന്നിപ്പോ നന്മ കൽപ്പിക്കാനൊക്കെ കുറേ ആളുകളുണ്ട്. ഇപ്പൊ നമ്മളെ എത്ര ദിവസമായി വാഴ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നന്മ കൽപ്പിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞു, നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ. നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും തിന്മ അത് തടയുന്നതിൽ പലപ്പോഴും നമുക്ക് അവഗണനയാണ്. തിന്മ തടയുന്നില്ല, അത് വലിയ അക്രമമാണ്. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوا لبئس ما كانوا يفعلون. ഖുർആനിൽ പറയാണ്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ശാപം ബനൂ ഇസ്രായേലിയർക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? അവര് വിരോധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും നന്മയെ ചെയ്യാതിരിക്കുകയും ചെയ്ത സിറ്റുവേഷൻ അവർക്ക് കടന്നു വന്നതുകൊണ്ടാണ് അവരെ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ശപിക്കാനുണ്ടായ കാരണം. അതുകൊണ്ട് നന്മ കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ തിന്മ കണ്ടാൽ വിരോധിക്കാനുള്ള ഒരു മെന്റാലിറ്റിയും വേണം. അത് നമ്മളെ കുടുംബത്തിൽ വേണം, നമ്മളെ കുടുംബത്തിൽ വേണം, മക്കളോട് വേണം, നാട്ടിൽ വേണം. ഏതൊക്കെ നിലയിൽ നമുക്ക് സ്വാധീനമുണ്ടോ ആ നിലയിലെല്ലാം ഉള്ള ആളുകളോട് ഉള്ള രീതിയിൽ പറയാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക, വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാപ്പാക്ക് ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റാഇൻ, നിങ്ങൾ എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളുടെ ഉത്തരവാദിത്തത്തെ തൊട്ട് നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദ്യം ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ മകന് മോശമായി നടന്നാൽ വാപ്പാക്ക് ചോദ്യമുണ്ട്, ഉമ്മാക്ക് ചോദ്യമുണ്ട്. ജ്യേഷ്ഠാനുജന്മാര് പരസ്പരം തെറ്റി മോശമായി നടക്കുകയാണെങ്കിൽ ഉപദേശിക്കേണ്ട ഉത്തരവാദിത്വം പരസ്പരമുണ്ട്. അങ്ങനെ അയൽപക്കങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ മോശമായി നമ്മൾ കാണുന്നു, അവിടെയൊക്കെ നമ്മെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ഇടപെടൽ നടത്തണം. ഹബീബായ തങ്ങൾ പറഞ്ഞത് നോക്കൂ, മൻ റആ മിൻകും മുൻകറാ, ഒരു മോശമായ കാര്യം ഒരാൾ കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, അവന്റെ കൈ കൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ അത് തടയണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറയാ. കൈ കൊണ്ട് തടയാൻ കഴിയും. അവിടെ ചെന്നിട്ട് ഇറങ്ങി പോടാ, ഞാനടാ എന്താടാ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ കഴിയാൻ നല്ല ധൈര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ അതിന് സ്വാധീനമുള്ള ആളാണ്. അയാൾ പറഞ്ഞാൽ അവർ കേൾക്കും, അയാൾക്ക് അത് സാധിക്കും, അല്ലെങ്കിൽ നിയമപരമായി അയാൾ അതിന് നിർവഹിക്കപ്പെട്ടയാളാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അയാൾക്ക് അതിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ അയാൾ ആ ഇടപെടൽ നടത്തണമെന്നും അതിനെ സാധിക്കൂലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കണമെന്നും ഒന്ന് ഉപദേശിക്കാം. ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കേട്ടോ, എനിക്ക് പറയാനില്ലേ പറ്റൂ. ഈ വയതല്ലേ ഇപ്പൊ നമ്മൾ പറയുന്നത്. കല്യാണത്തെ കുറിച്ച് പറയാനിട്ടല്ലോ, പലിശ ഉപയോഗിക്കരുത് എന്ന് പറയാനിട്ടല്ലോ, കുടുംബങ്ങൾ തെറ്റി നടക്കരുത് എന്ന് പറയാനിട്ടല്ലോ. എത്ര ആളുകൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്നിട്ട് അതൊക്കെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞ ഡയറി ഓരോ ദിവസവും വന്ന് ഉപദേശിക്കാൻ മാത്രം നമുക്ക് കഴിയൂല. ഇപ്പൊ വെള്ളിയാഴ്ച വയതുകളിൽ അത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടത് നിർവഹിക്കാൻ വേണ്ടിയാണ്.
പലപ്പോഴും ചില സാഹചര്യങ്ങൾ വന്നാൽ അതവിടെ നമ്മൾ പറയേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ പറയുകയും ചെയ്യും. അവിടെ അനിഷ്ടങ്ങൾ നോക്കാറില്ല. അതിന്റെ പേരിൽ ഒരാൾ നമ്മളോട് സ്നേഹത്തോടെ നോക്കുന്നത് തലതിരിച്ച് അയാൾ പോയാൽ നമുക്ക് വിഷയമില്ല. നമ്മൾ പറഞ്ഞത് ദീനാണ്, അല്ലാഹുവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ചില പാഠങ്ങൾ മറ്റുള്ളവർക്ക് വരുമെന്ന് കൃത്യമായി ബോധ്യമുണ്ടാകുമ്പോ പറഞ്ഞിട്ടുണ്ട്, പറയുകയും ചെയ്യും. അത് പറയുന്നത് എന്തിനാണ്? നന്നാവാൻ വേണ്ടിയാണ്. അതും കൂടെ പറയുന്നവർ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൗമിന്റെ അവസ്ഥ എന്തായി പോകും? അല്ലാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. അതിന്റെ പേരിൽ ആരും മുഖം കറപ്പിക്കരുത്, അതിന്റെ പേരിൽ ആരും തെറ്റി നിൽക്കരുത്. ദീനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി തിരുത്തേണ്ടതാണെങ്കിൽ അത് തിരുത്തേണ്ടതാണ് എന്ന നല്ല ബുദ്ധിയോടുകൂടെ സ്വീകരിക്കണം. അതാണ് മാനായ ലുഖ്മാനുൽ ഹകീം തങ്ങൾ കൊടുക്കുന്ന ഉപദേശം. നോക്ക് നിങ്ങൾ, നിസ്കാരം നിർവഹിച്ചാൽ പോരാ, വഅ്മുർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകരി, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണേ മോനെ എന്ന് പറയാ. നബി തങ്ങൾ പറയാണ്, ഇനി നാവ് കൊണ്ട് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഫഇല്ലം യസ്തതിഉ ഫബിഖൽബിഹി, നിന്റെ കൽബിൽ അതിനോടൊരു വെറുപ്പ് കാണിക്കണേ. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ഘടകമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ഘടകമാണ്. അപ്പൊ അത്തരം സദസ്സിൽ നമ്മൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ, അവിടെ മോശമായ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എണീറ്റ് പോവുക. അത് തന്നെയാണ് കൽബോണ്ടുള്ള വെറുപ്പ്. ഞാൻ അവിടെ എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല, ഞാൻ പറഞ്ഞാലും കേൾക്കില്ല, അതിനെന്ത് ചെയ്യാം? പണ്ട് സ്കൂട്ടാ ഇതെങ്കിലും ചെയ്യണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളവിടെ പറയാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു മൻ ജലസ ഫീ മജ്ലിസി മഅസിയത്തിൻ, ആരെങ്കിലും ഒരു മോശമായ സദസ്സിലിരിക്കുന്നു, വലം യുൻകിർ അലൈഹിം, എന്നിട്ട് ആ മോശത്തരം കണ്ട് അതിനെ എതിർക്കുന്നില്ല, യകൂനു മഅഹും, അവരോട് കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, യകൂനു മഅഹും ഫിൽ വിസ്രി സവാ, ആ തെറ്റ് ചെയ്തവനും അതിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഇരിക്കുന്നവനും ഒരേ ശിക്ഷയാണ് നാളെ കിട്ടാൻ പോകുന്നത്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുന്നതിലധികം തിന്മ വരുന്നതിൽ അത് തടയണം. ഇതിപ്പോ തടയാത്ത വിഷയമാണ്. കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയോ പ്രസംഗിച്ചതാണ്, എത്രയോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്? കുടുംബത്തിൽ കാരണവന്മാർ നിൽക്കേണ്ട കോലത്തിൽ നിൽക്കാത്തവല്ല. ഇതോടെ നടക്കൂല എന്നുള്ള പറയണം. അതിന് ഞാൻ വഴിപ്പെട്ട് തരൂല, അല്ലെങ്കിൽ പങ്കെടുക്കേണ്ട അവർക്ക് ഇഷ്ടപ്പെട്ട പ്രധാനമായും പങ്കെടുക്കണം അവർ ആഗ്രഹിക്കുന്നവർ മാറിയിരിക്കണം. ഞാൻ അത് മഹല്ല് കമ്മിറ്റിയും തീരുമാനിക്കണം. തരമൊരു കല്യാണത്തിലേക്ക് ഉസ്താനെ കൊണ്ടുപോകാനും തീരുമാനിക്കണം. അങ്ങനെയൊക്കെ സ്ട്രോങ് ആയി നിൽക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നമുക്കുള്ള ഉത്തരവാദിത്തം. ഇല്ലെങ്കിൽ അല്ലാഹ് നാളെ ചോദിക്കും, മോനെ നിനക്ക് ഞാൻ അവകാശം തന്നിട്ട്, അധികാരം തന്നിട്ട്, തിരുത്താനുള്ള എല്ലാവിധ ചെങ്കോലും നിന്റെ കയ്യിൽ തന്നിട്ട് നീ വല്ലതും മനക്കിയോ എന്ന് ആഖിറത്തിൽ അല്ലാഹു ചോദിക്കുമ്പോ കൈ മലർത്തേണ്ടി വരും കേട്ടോ. അപ്പൊ ഏതൊക്കെ വിധത്തിൽ സ്വാധീനങ്ങളുണ്ടോ, ഉത്തരവാദിത്തങ്ങളുണ്ടോ, വാജിബാണ് നമ്മുടെ മേൽ. അത് നിർബന്ധമായും നടപ്പിലാക്കേണ്ടത് നിർബന്ധപൂർവം ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വരുന്നത് എന്താണെന്നറിയോ? ഒരു സമൂഹം, ആ സമൂഹം തിന്മ വിരോധിക്കുന്നില്ല, ആ നിലയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇല്ലാ അമ്മഹുമുല്ലാഹു ബിൽ ഇഖാബ് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ പറയാണ്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങൾ കൊടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ എത്ര വലിയ പരീക്ഷണമാണ് അല്ലേ? എത്ര വലിയ പരീക്ഷണമാണ്. ഏറ്റവും വലിയ പരീക്ഷണം ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് 2 മാസം കഴിയുമ്പോഴേക്കും അവർ രണ്ടുപേരും 2 ഭാഗത്തായി. നല്ല പരീക്ഷണമല്ലേ? പാപ്പിയും ടെൻഷൻ അടിക്കാൻ. പാപ്പിയും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് 10-20 വയസ്സോളം പോറ്റി വളർത്തിയത്. എന്നിട്ട് ഒരാളെ കൈപിടിച്ച് കൊടുത്തിട്ട് സന്തോഷത്തോടെ അവർ റാഹത്താവട്ടെ
വിചാരിച്ചു വാപ്പേതാ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഗൾഫിൽ പോയി, 3-ാമത്തെ ആഴ്ച വരെയാണ് കോള് വരെയാണ്, ഉമ്മ വിളിക്കുകയാണ്, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരണം, 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ ഞാൻ പോയിട്ട്, എന്തിനാ ഇപ്പൊ വരുന്നത്, നമ്മളെ ബാധ്യതകളൊക്കെ തീർക്കാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിലും വലിയ ബാധ്യതയാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. മോള് വീട്ടിലേക്ക് റിട്ടേൺ അടിച്ചിട്ടുണ്ട്. എന്തേ അവര് സ്വരച്ചേർച്ചില്ല? എന്തേ കാരണം? ഈ തിന്മയാണ്. തിന്മകൾ വർദ്ധിച്ചാൽ നിങ്ങളെ ശിക്ഷിക്കുമെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് തടയാൻ ആളില്ലെങ്കിൽ എല്ലാവരെയും കണ്ണീര് ഒളിപ്പിക്കുന്ന ശിക്ഷയാണ് അല്ലാഹു അയക്കുക എന്നാണ് ഹബീബ് തങ്ങൾ പറയുന്നത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ബനൂ ഇസ്രായേൽക്കാരുടെ ആരാധനയുടെ ദിവസമായിരുന്നു ശനിയാഴ്ച. സബത്ത് ദിവസം ശാബത്ത് എന്ന് പറയുന്ന ഒരു ആഘോഷം അവർക്കുണ്ട്. ഇന്നും ജൂതന്മാരെ പോയി കണ്ടാൽ അവർ ആഘോഷിക്കുന്നത് ശനിയാഴ്ചയിലാണ്. സബത്ത് ദിവസം ശാബത്ത് എന്ന് പറയുന്ന ഒരു ആഘോഷം അവർക്കുണ്ട്, ആത്മീയമായ ആഘോഷം. അങ്ങനെ അവർ ആരാധന നടത്തുന്ന ദിവസം മത്സ്യത്തൊഴിലാളികളായിരുന്ന ബനൂ ഇസ്രായേലുകാർ അവരെ അല്ലാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ പരീക്ഷണം? ശനിയാഴ്ച ദിവസമാകുമ്പോൾ മത്സ്യങ്ങൾ കൂട്ടത്തോടെ കരയിലേക്ക് ഇങ്ങനെ വരും. തലങ്ങനെ പൊക്കിയിട്ട് എന്നെ പിടിച്ചോ എന്ന് പറയും. പിറ്റേ ദിവസം നോക്കുമ്പോൾ മത്സ്യത്തെ കാണില്ല. എവിടെ വല ഇട്ടിട്ടും കരിയിലെ മത്സ്യം കിട്ടില്ല. പെട്ടുപോയി ഇവര്. ഇത് പരീക്ഷണമായിരുന്നു. ശനിയാഴ്ച ദിവസമാകുമ്പോ നല്ല മത്സ്യം വരും. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, ആരാധനയുടെ ദിവസം നിങ്ങൾ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല, മത്സ്യം പിടിക്കാൻ പാടില്ല, അതുമായി ബന്ധപ്പെടാൻ പാടില്ല. അഥവാ ദുന്യവിയായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് എന്നെ ഓർക്കാൻ നിങ്ങൾ ഒരു സമയം മാറ്റി വെക്കണേ എന്നാണ് അല്ലാഹു തആല ചോദിച്ചത്. ഈ സംഭവം ഇങ്ങനെ കുറെ കാലം നടന്നപ്പോ അവരിൽ കുറെ ആളുകൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ആ മീങ്ങളൊന്നും നമ്മൾ വിട്ടെടുത്താൽ ശരിയാവില്ല, അത് നമുക്ക് പിടിക്കണം. ഒരു ഐഡിയ നമുക്ക് ചെയ്യാം. എന്താ ചെയ്യാം? തീരത്ത് നമുക്ക് വലിയ കുഴികൾ ഉണ്ടാക്കാം. എന്നിട്ട് അതിലേക്ക് നീർച്ചാലുകൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. അപ്പൊ ആ നീർച്ചാലുകൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോ അതിലൂടെ വെള്ളം വരുമല്ലോ. ഈ മീനുകളൊക്കെ എന്ത് ചെയ്യും? ഈ കുഴിയിൽ വന്ന് വീഴും. അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല. ആ വിധത്തിൽ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ ഞായറാഴ്ച നമുക്ക് മീൻ പിടിക്കുകയും ചെയ്യാം. അവിടെ പോയിട്ട് മീൻ പിടിച്ചാൽ മതി, കാരണം കുഴിയിലുണ്ടാവും മീൻ. ഇങ്ങനെ ഒരു സിസ്റ്റം ആക്കിയല്ലോ. എല്ലാവരും അത് സമ്മതിച്ചു. കുറെ ആളുകൾ നല്ല കുഴിക്കുകയും നീർച്ചാല് കെട്ടുകയും ചെയ്തു. കടലിൽ നിന്ന് ശനിയാഴ്ച ദിവസം അതാ മീങ്ങൾ കൂട്ടത്തോടെ വരിയായി ആ വലിയ കുഴിയിൽ വന്ന് വീഴുന്നു. നല്ല സന്തോഷിച്ചു. പക്ഷെ അപ്പോഴും ആത്മീയമായി നല്ല ഉയർച്ചയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, വേണ്ട, ഇത് നിയമലംഘനമാണ്, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു കൂട്ടം ആളുകൾ നിയമം ലംഘിച്ചപ്പോ മറ്റൊരു കൂട്ടം അവരെ തിരുത്താൻ വേണ്ടി വന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നാൽ അതിനിടയിൽ 3-മതായ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. നമ്മളെ കൂട്ടത്തിലുണ്ടാവും അങ്ങനെ പറയാ ആളുകൾ. എന്താ അവര് പറഞ്ഞു, ഒരു പിടിക്കാൻ ഇങ്ങനെ പിടിച്ചോട്ടെ, നമ്മളിപ്പോന്ന് പറയാം, അങ്ങനെയല്ലേ പറയാം. അപ്പൊ ചെയ്യാണെങ്കിൽ പോലെ ചെയ്യാം. അത് ചെറിയ ന്യൂജൻ തലമുറയിലെ പോലെ ഇപ്പൊ നമ്മൾ തിരുത്താൻ പോകണം, അല്ലെ? ഇങ്ങനെയല്ല നമ്മൾ പറയുന്നത്. അതിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുണ്ടായി അവിടെ. നിങ്ങൾ എന്തിനാ അവരെ തിരുത്താൻ പോകുന്നത്? ഒരു നിയമമൊക്കെ അറിയില്ലേ? ജനങ്ങളെ നിങ്ങൾ എന്തിനാ ഉപദേശിക്കുന്നത്? അള്ളാഹ്ക്ക് അറിയാലോ അവരെ എങ്ങനെ ശിക്ഷിക്കണമെന്ന്. പടച്ചോനറിയാലോ. അള്ളാഹ് ശിക്ഷിക്കോളൂന്ന് പറഞ്ഞപ്പോൾ ഈ എതിർത്തിരുന്ന ആളുകൾ പറഞ്ഞു, കാലൂ മഅദിറത്തൻ ഇലാ റബ്ബിക്കും, റബ്ബിന്റെ കോടതിയിൽ പോയി കയ്യൊഴിയാൻ കഴിയൂലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത് എന്നവർ പറഞ്ഞു. ഉപദേശിക്കുന്ന ആളുകളോട് പറഞ്ഞത് അങ്ങനെയാണ് പറയല്ലോ. ഉസ്താദ് എന്തിനാ പതൊക്കെ പറയുന്നത് എന്ന് ചില ആളുകൾ വന്നിട്ട്, സാധുക്കളാണ്, ഉസ്താദ് എന്തിനാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഉസ്താദ്, എന്തിനാ വെറുതെ ഉസ്താദ് പറയാം. പക്ഷെ ഉസ്താദ് പറയണം, പടച്ചോന്റെ മുന്നിൽ എന്നിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? പടച്ചോനെ, ആളുകൾ ഇങ്ങനെ വന്നിട്ട് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പറഞ്ഞുകൊണ്ടേയിരിക്കണം. കേൾക്കേണ്ടവര് കേട്ടോട്ടെ, ഇല്ലാത്തവരെ പറഞ്ഞിട്ടും കേട്ടില്ലല്ലോ എന്ന ഡബിൾ ശിക്ഷ ആഖിറത്തിൽ കിട്ടാൻ അത് അവർക്ക് കാരണമാവൂലോ. പിടിച്ചല്ലാഹു നന്നായി ശിക്ഷിക്കോല, നിന്നോട് പറഞ്ഞു തന്നിട്ടില്ല എന്ന് നീ പറയരുത്, നന്നായി അവിടെ വഴക്ക് പറഞ്ഞില്ലേ എന്ന് അല്ലാഹു പറയും. നമ്മളെ നാട്ടുകാരോട് കൂടുതലും പറയും. എന്തുകൊണ്ട്? റമദാൻ ശരീഫായാൽ ഡബിൾ ക്ലാസ് അല്ലേ നമുക്ക് കിട്ടുന്നത്.
രാവിലെയും ക്ലാസ്, ഉച്ചക്കും ക്ലാസ്, ഇങ്ങനെ നമുക്ക് ഖുർആൻ ക്ലാസ് എന്ന പേരിൽ, അതല്ലെങ്കിൽ ഫിഖ് ക്ലാസ് എന്ന പേരിൽ നമ്മുടെ ജീവിതത്തിലെ വേണ്ട കാര്യങ്ങളൊക്കെ പറയുകയും തിരുത്തേണ്ടതൊക്കെ തിരുത്താനുള്ള വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ കേട്ടിരുന്നില്ലേ? എന്നിട്ടും നീ നന്നായില്ലല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹു പിടിക്കും. അപ്പോൾ ഈ മത്സ്യം പിടിച്ചവരും ആ തിരുത്തിയവരും, എന്നാൽ തിരുത്തരുത് എന്ന് പറഞ്ഞവരും, അങ്ങനെ 3 വിഭാഗം ആളുകൾ ഉണ്ടായി. എന്ത് സംഭവിച്ചു എന്നറിയുമോ? ഖുർആൻ പറയുന്നു, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ വഅഖദ്നല്ലദീന ളലമൂ ബിഅദാബിൻ ബൈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ ഫലമ്മാ അതൂ അമ്മാ നഹൂ അൻഹു ഖുല്ലാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. അല്ലാഹു തആല ആ മത്സ്യം പിടിക്കാൻ വേണ്ടി നേർച്ചാല് കെട്ടിയ ട്രിക്ക് ഉപയോഗിച്ച് മത്സ്യം പിടിച്ചവരില്ലേ, അവരെയും ഉപദേശിച്ചപ്പോ വേണ്ട, നമ്മളായിട്ടൊന്നും പറയണ്ട, ഓരോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നവരില്ലേ, ആ 2 വിഭാഗത്തെയും കുരങ്ങന്മാരായി അല്ലാഹു തആല മറിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. കുരങ്ങന്മാരാക്കി മരിച്ചു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അദാബ് ഇറങ്ങും. അല്ലാഹുവിന്റെ റസൂൽ പറയാം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് അദാബ് ഇറങ്ങുമെന്നാണ് പറയുന്നത്. എത്രത്തോളം അദാബ് തങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ലയൂഷികന്നല്ലാഹു അൻ യബഅസ അലൈഹിം ഇഖാബൻ മിൻഹു സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും. നിങ്ങൾ ആ ശിക്ഷ ഇറങ്ങുമ്പോൾ, മറ്റൊരു ഹദീസിൽ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ നിങ്ങളെ നേതാവാക്കുന്ന നമ്മൾ കാണില്ലേ അല്ലേ? നമ്മൾ ഇന്ന ആളുകൾ ഒരു സ്ഥാനത്ത് വരരുതേ എന്ന് പറഞ്ഞ് വിചാരിക്കുന്നു, അതിനു വേണ്ടിയിട്ട് കുറെ പരിശ്രമിക്കുന്നു, പക്ഷെ ഒലന്നെ നേതാക്കന്മാരായി പരീക്ഷണം വരികയും പിന്നെ നിങ്ങൾ അവരെ നേതൃത്വം പോകാൻ വേണ്ടി നിങ്ങൾ പാതിരാത്രി കരഞ്ഞതായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അല്ലാഹു മറുപടി തരൂല എന്ന് വിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞങ്ങളറിയാം നിങ്ങൾ എന്ത് കരഞ്ഞിട്ട് എന്ത് നേർച്ച കിട്ടി കരഞ്ഞു ഓരവിടുന്ന് പോകില്ല. എന്താ കാരണം? നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല, ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ വായിക്കുക, അല്ലാഹു പരിഗണിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. ആ സമയത്ത് നന്മ ചെയ്ത ആളുകൾ വരെ അതിൽ പെട്ടുപോകും. അങ്ങനെയല്ലേ? വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന വലമൂ മിൻകും ഖാസ്സ. നിങ്ങളിൽ നിന്ന് തമ്മാടിത്തം പ്രവർത്തിച്ചാൽ അത് തടഞ്ഞില്ലെങ്കിൽ ആ തമ്മാടികളെ മാത്രമല്ല അല്ലാഹു തആല റൂട്ട് ഔട്ട് ചെയ്യുന്നത്, തുടച്ചു നീക്കുന്നത്, വലിയ ശിക്ഷകൾ കൊടുത്ത് അല്ലാഹു തആല ഇല്ലാതെയാക്കുന്നത്. നിങ്ങളെ നല്ല കാര്യങ്ങൾ അനുവർത്തിക്കുന്ന, നന്മയോടെ ജീവിക്കുന്ന ആളുകളെയും അല്ലാഹു തആല ആ ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് ഖുർആൻ. അപ്പൊ ഞാൻ നല്ല നിലയിൽ ഇങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ പോലെ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിനുള്ള നല്ല ആർജവം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നന്മ ചെയ്യാനുള്ള നല്ല മനസ്സും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മൾ പറയുന്ന നന്മകൾ, തിരുത്തലുകൾ വരുമ്പോൾ അത് പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള വിശാല മനസ്കത കൂടി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എന്നിട്ട് മഹാനവർകൾ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നു, ഖുർആൻ പറയാൻ, വസ്ബിർ അലാ മാ അസ്വാബ. ഒന്ന്, നീ നിസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. 4-മതായി വസ്ബിർ അലാ മാ അസ്വാബ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നിസ്കരിക്കും നോമ്പൊക്കെ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ കുറെ പ്രശ്നങ്ങൾ വരും. കുറെ പ്രശ്നങ്ങൾ. ഓ, നീ വലിയ ആള്, നീ വലിയ ആള് അല്ലേ, നീ പാരാതിരുത്താൻ കളിയാക്കലുകൾ വരും. നീ ആരാണെന്ന് ചോദിക്കും, ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പലയിടങ്ങളിലും വ്യാപകമായി കൊണ്ട് ലഹരി വസ്തുക്കൾ വ്യാപിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നവരെ കൊന്നു കളയുക വരെ ചെയ്തിട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ വരെ നടന്ന സംഭവങ്ങളല്ലേ. പല അറ്റാക്കുകളും വരും, നിന്നെ താറടിക്കും,
നിന്റെ കുടുംബത്തെ കുറിച്ചില്ലാത്തത് പറയും, നിനക്ക് കുറെ സഹിക്കേണ്ടി വരും. അപ്പൊ നീ എന്തു ചെയ്യണം? ഇതൊക്കെ നെഞ്ചിലേറ്റുമ്പോ നീ ക്ഷമ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആയുധം നിന്റെ കയ്യിൽ വേണം. കാരണം എന്താണെന്നറിയുമോ? അല്ലാഹ് പറയുകയാണ്, ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് ദൃഢനിശ്ചയം ചെയ്ത് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. അപ്പൊ പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിനക്കെതിരെ കുറെ ആളുകൾ പറയും, ഉസ്താദ് ശരിയില്ല, ഉസ്താദിനെ മാറ്റിയാലേ എന്നൊക്കെ പറയും, പിരിച്ചുവിടലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇറങ്ങി പോവേണ്ടി വരും ഉസ്താദിനെ. അങ്ങനെയൊക്കെ ഉണ്ടാവും. കണ്ടോ എത്ര സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നിലകൊള്ളുമ്പോ നിലപാടെടുത്ത് നിലകൊള്ളുമ്പോ കുറേ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, മുഖച്ചുടുക്കലുകൾ ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഒരു മോശമായ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എതിർത്ത് നോക്ക്, എല്ലാവരും നമുക്ക് എതിരാവും. പക്ഷെ അപ്പൊ എന്ത് വേണം? ഖുർആൻ പറയാണ്, എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല, ഇഖ്ലാസോടെ ചെയ്യണം. നാലാള് നമുക്ക് കമന്റ് അടിക്കാനല്ല, ഉഷാറാണ് കേട്ടോ എന്ന് പറയാനല്ല, അള്ളാന്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന ഇഖ്ലാസോടെ നമ്മൾ ആ പണിയെടുത്താൽ അതിന് അല്ലാഹു തആല നാളെ സ്വർഗ്ഗം നമുക്ക് തരും. അല്ലാഹു സ്വാബിരീങ്ങൾക്ക്, ക്ഷമിക്കുന്നവർക്ക് കൊടുക്കുന്ന ഭവനമാണല്ലോ സ്വർഗ്ഗം. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തന്നെ മലക്കുകൾ ആനയിക്കുമ്പോൾ പറയുന്ന വർത്തമാനം തന്നെ ഖുർആൻ പറയുന്നത്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഖുബദ്ദാർ. പാറാവുകാരായ സ്വർഗത്തിന്റെ പാറാവുകാരായി നിൽക്കുന്ന, വെൽക്കം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സെക്യൂരിറ്റികളായി നിൽക്കുന്ന മലക്കുകളുണ്ട്. അവര് വരുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെൽക്കം, നിങ്ങൾ വരൂ, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ കുറെ ക്ഷമിച്ചിട്ടില്ലേ, തെറികേട്ടിട്ടില്ലേ, നിങ്ങൾ അവജ്ഞതയോടെ ജനങ്ങളെ നിങ്ങളെ നോക്കിയിട്ടില്ലേ, കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ, നിങ്ങൾ നന്മ കൽപ്പിച്ചപ്പോ തിന്മ വിരോധിച്ചപ്പോ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടില്ലേ, ഒരു പ്രശ്നവുമാക്കണ്ട. ഇതാ സ്വർഗീയമായ ഭവനം, ഇതാ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ഭവനം, ഇനി നിങ്ങൾ ഖാലിദൻ മുഖല്ലദാ, എന്നെന്നും നിങ്ങൾ വസിക്കോ എന്ന് മലക്കുകൾ പറയുകയാണ്. അത് അല്ലാഹു തആല തരും. ആ ഒരു നെഞ്ചൂക്ക് നമുക്ക് വേണമെന്നേ ഈ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നത്, ക്ഷമിക്കണം. ക്ഷമ എന്ന് പറഞ്ഞാൽ 3 വിധത്തിലാണ്. ഞാൻ നിർത്തുകയാണ്. ഒന്ന്, നന്മ ചെയ്യാൻ ക്ഷമ വേണം. നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം, അല്ലേ? എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് വന്ന് ഒതുകൊടുത്ത് നിസ്കരിച്ചില്ലേ, ജമാഅത്തായി പോകാനാണോ? ക്ഷമ വേണം. ആ ജോലിയുടെ തിരക്കുകൾക്കിടയിൽ കുറച്ച് ക്ഷമ ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ കഴിയും. നോമ്പ് വെക്കണമെങ്കിൽ ക്ഷമ വേണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ഹലാലായിട്ട് അല്ലാഹു തന്ന ഭാര്യ അവിടെ ഉണ്ട്, ഭക്ഷണം അവിടെ ഉണ്ട്, എല്ലാ തിന്മശകളും എല്ലാം ഹലാല. കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എത്ര ക്ഷമിക്കണം. രാവിലെ വൈകുന്നേരം വരെ ഒരു കട്ടൻ ചായ രാവിലെ കിട്ടാൻ 5 മിനിറ്റ് വൈകിയാൽ ഭാര്യനോട് കച്ചറ ഉണ്ടാക്കുന്നവർ നമ്മളല്ലേ, അല്ലേ? എന്തിയടി എന്ന് ചോദിച്ചിട്ട് കച്ചറ ഉണ്ടാക്കുന്ന നമ്മള്. ആ കട്ടൻ ചായ പോയിട്ട്, രാവിലെയുള്ള കഞ്ഞി പോയിട്ട്, ഉച്ചക്കുള്ള ചോറും നമുക്കില്ല, വൈകുന്നേരമുള്ള കട്ടൻ ചായ ഇല്ല, ഒരു പ്രശ്നമില്ല. ക്ഷമിച്ചത് കൊണ്ടല്ലേ അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. അപ്പൊ നന്മ ചെയ്യാൻ ക്ഷമ വേണം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണമെങ്കിൽ ക്ഷമ വേണം, ഇതിനെ കേട്ടിരിക്കണമെങ്കിൽ ക്ഷമ വേണം. അപ്പൊ നന്മ ചെയ്യാനുള്ള ക്ഷമയുണ്ട്. മറ്റൊന്ന്, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു ക്ഷമ വേണം. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാം, അതാണ് ഏറ്റവും വലിയ പ്രയാസം. എല്ലാവരും ഇങ്ങനെ താളത്തിനനുസരിച്ച് ഇങ്ങനെ തുള്ളുന്ന അവസരത്തിൽ, അല്ലെ, ഇന്നിപ്പോ മുഅ്മിനായി ജീവിക്കാൻ ഏറ്റവും വലിയ ക്ഷമ വേണം. ഒന്ന് പാൻ്റ് ഒന്ന് കയറ്റി എടുത്ത് ഒന്ന് അടുപ്പിച്ച് നോക്ക്, പറയോ മുസ്ലിയാരായി പോയിട്ടല്ല. ഒന്ന് തൊപ്പിട്ട് നോക്ക്, വർത്തമാനം മാറും. താടിയൊന്ന് വെച്ച് നോക്ക്, നീ ഇപ്പൊ വലിയ ആചാരായിക്കണമെന്ന് ചോദിക്കും. ചോദിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നല്ല ക്ഷമ വേണം. മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം മഹാനവർകൾ കൊട്ടാരത്തിന്റെ കഥകളൊക്കെ അടച്ചിട്ട് സപ്രപഞ്ചം വിരിച്ചിട്ട് അതേ ഗോൾഡൻ ചാൻസ് കൊടുക്കുകയാണ്. ഗോളി പോലും പോസ്റ്റിൽ നിന്ന് മാറി നിന്ന് ഗോളടിക്കടാന്ന് പറയും പോലെ തിന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോ, വേണ്ട, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞോടിയ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബിനെ പോലെ ആവണ്ടി. കുറച്ച് പ്രയാസം ഉണ്ടാവും, നല്ല ക്ഷമ വേണം. മൂന്നാമത്തെ ക്ഷമ, അല്ലാഹു ബലാകൾ, പരീക്ഷണങ്ങൾ നൽകും. ആ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ അല്ലാഹ് എന്നെ പരീക്ഷിക്കുകയാണ് എന്ന ബോധം നമുക്ക് വേണം. നമ്മളെ ചിലപ്പോൾ ഒന്ന് ഉടച്ചു വാർക്കാണ്ടാവും. അതുകൊണ്ട് അല്ലാഹു ഇങ്ങനെ പരീക്ഷണങ്ങൾ തന്നെ പരീക്ഷണം. ചിലപ്പോൾ ആക്സിഡന്റ്, അപ്പൊ ആക്സിഡന്റ് തന്നെ ആക്സിഡന്റ്, ഒന്നും കഴിയുമ്പോൾ വീണ്ടും ആക്സിഡന്റ്. ചിലപ്പോൾ നഷ്ടം, ഏത് ബിസിനസ് നടത്തിയാലും നഷ്ടം.
എന്നാൽ അതൊന്ന് മറിച്ചിട്ട് വേറെ മാറും. എല്ലാം ഒന്ന് ഗൾഫ് പോകുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു. ഇപ്പം എത്രാമത്തതാണ് ഒന്ന് അള്ള പരീക്ഷിക്കാൻ. എന്തുപോലെ ഒരു ആയുധപ്പുരയിൽ ഒരു കൊല്ലം എടുക്കുന്ന പണി എന്താ? ഒരു ഉണ്ടാക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുത്തിട്ട് നന്നായി ഇങ്ങനെ ചുട്ട് പെടുത്ത് അല്ലെ, അതിന്റെ തുരുമ്പൊക്കെ കളഞ്ഞ് അടിച്ച് എന്തൊക്കെയാ ചെയ്യുന്നത്? അടിച്ച് പരത്തി അല്ലെ, അതിനങ്ങനെ വളച്ച് ഉഷാറാക്കി എടുത്ത് പിന്നീട് ഒരു കഠാരയാക്കിയാലോ, ആഹാ, പിന്നെ ആരും എടുക്കൂല അവന്റെ അടുത്തേക്ക്. പിന്നെ ആരും എടുക്കൂല. കാരണം എന്താ? അടിച്ച് പത്തിരിയാക്കിയിട്ട് പഞ്ചറാക്കിയിട്ട് കൊണ്ടുവന്നതാ. എല്ലാം സഹിച്ചതാ. ഇനി സഹിക്കാനൊന്നുമില്ല. അതിൽ നിന്നാണ് പിന്നെ വെട്ടിത്തിളങ്ങുന്ന വാളായി മാറിയത്, കത്തിയായി മാറിയത്, കടാരയായി മാറിയത്. ആ കടാരയെ പിന്നെ സമീപിക്കുമ്പോ പേടിയാണ്. ഇതുപോലെ റബ്ബ് നമ്മളെ ഇടിച്ച് പിഴിഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളെ ഈമാൻ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാ. പക്ഷെ ഈമാൻ കുറഞ്ഞത് കൊണ്ട് നമ്മള് വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോകും. അല്ലാഹു തആല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാവുകളിൽ നിന്ന് വേണ്ടാത്ത വർത്തമാനം വന്നു പോകുന്നതിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹു ഇതിന്റെ അവസാനം കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് കുറച്ച് മാനസികമായി തയ്യാറെടുപ്പുള്ള ആളുകൾക്ക് ഈ 4 കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് അല്ലാഹു തആല ക്ലാസിന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ഈ പഠിച്ച ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.